എനിക്കറിയില്ല. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് അത് ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. എന്താ സംഭവം എന്നുള്ളത് പാർട്ടി ലീഡർഷിപ്പാണ് നോക്കുന്നത്. ശ്രീ ചാണ്ടി ഉമ്മൻ പുതിയ MLA ആണ്. അദ്ദേഹം ഒരിക്കലും അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു നടപടിയിലോട്ട് പോവില്ല. നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചോളൂ. അദ്ദേഹം കൃത്യമായി അതിൻ്റെ വിശദീകരണം നൽകും. അങ്ങനെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ് എന്ന് പറയാൻ കഴിയുമോ? അതല്ല, അറിഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം ഇത് ബോധ്യപ്പെട്ട അപേക്ഷ സമർപ്പിച്ചതാണെങ്കിലല്ലോ ക്വസ്റ്റ്യനുള്ളൂ. ആണോ ഇല്ലയോ എന്ന് പറയുന്ന അദ്ദേഹം തന്നെയാണ്. എൻ്റെ വിശ്വാസം ഒരു കാരണവശാലും ശ്രീ ചാണ്ടി ഉമ്മൻ അങ്ങനെ അറിഞ്ഞുകൊണ്ടൊരു അപേക്ഷ നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ സമർപ്പിക്കാൻ സാധ്യതയില്ല. ഈ സംഘപരിവാർ സംഘടിപ്പിച്ച ഗണേശോത്സവത്തിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പങ്കെടുത്തതും വലിയ വാർത്തയായിട്ടുണ്ട്. അതിനെങ്ങനെയാണ്? ഗണേശോത്സവം വേറെയല്ലേ? അപ്പം മഹാരാഷ്ട്രയിൽ ഒരു മനുഷ്യനും വഴിയിലിറങ്ങി നടക്കാൻ പറ്റുമല്ലോ ഗണേശോത്സവത്തിൻ്റെ സമയത്ത്. ഇങ്ങനെയാണ് RSSനെ വളർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗണേശോത്സവം എന്ന് പറയുന്നൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ശബരിമലയ്ക്ക് പോയാൽ RSS ആണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരു കാലത്ത് അത് പറഞ്ഞിരുന്നു. ഇവിടെ നെറ്റിയിൽ കുറിയിട്ടാൽ ഉടനെ അവർ കുഴപ്പമാണ്, RSS ആണ് എന്ന് പ്രചരിപ്പിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ ഇത് വെറുതെ നമ്മൾ ഒരു വാദത്തിനു വേണ്ടി വാദം കെട്ടിപ്പൊക്കിക്കൊണ്ടുവരികയാണ്. അവനവൻ്റെ വിശ്വാസം അവനവന് വെച്ച് പുലർത്താം. വിശ്വാസം സംരക്ഷിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ നടപടി. ആ വിശ്വാസരാഹിത്യത്തിന് വേണ്ടി ഒരിക്കലും നമ്മൾ ശ്രമിക്കില്ല. അത് ശ്രമിക്കുന്ന ആളുകളുടെ പ്രവർത്തനത്തെ നമ്മൾ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. വിശ്വാസം സംരക്ഷിക്കുന്നവരാണോ അപ്പോൾ RSS സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയിൽ പോയി? അല്ലല്ല, വിശ്വാസം ഒരു മനുഷ്യൻ്റെ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ നമ്മൾ ബഹുമാനിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് എന്താ പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രൊവിഷനുണ്ട്. മൗലികാവകാശ പട്ടികയിലാണുള്ളത്. എൻ്റെ വിശ്വാസം എനിക്ക് സ്വയമായി കൊണ്ടു നടക്കാം. അതേസമയം അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിക്രമങ്ങൾ നടത്തുകയോ അതല്ലെങ്കിൽ വേറൊരാളുടെ വിശ്വാസത്തെ ഹനിക്കാൻ ശ്രമിക്കുകയോ അതല്ലെന്ന് വരികിൽ മറ്റ് ഒരു മോശമായ രൂപത്തിൽ ആ വിശ്വാസത്തെ വിനിയോഗിക്കുകയോ ചെയ്തെങ്കിൽ മാത്രമല്ലേ ഭരണഘടനാപരമായി പ്രശ്നമുള്ളൂ. ഇതൊരു പ്രശ്നവുമില്ല.